അങ്ങനെ കാത്തിരുന്ന് അവസാനം എന്നെ നോക്കി പായും തോട്ട, അതെ GVM ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്ത എന്നെ നോക്കി പായും തോട്ട എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. ധനുഷാണ് നായകൻ, മേഘ ആകാശാണ് നായിക, പിന്നെ സുനൈന ആൻഡ് ശശികുമാർ ആണ് രണ്ട് മെയിൻ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വാരണമായിരം, വിനയ് താണ്ടി വരുവായ, എന്നെ അറിന്താൽ, ഇങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ മതി GVM എന്ന ആ ഒരു ഡയറക്ടറിന് മേലെ നമ്മൾ പ്രേക്ഷകർ വെക്കാനുള്ള എക്സ്പെക്ടേഷൻ വളരെയധികം കൂടാനുള്ള രഹസ്യം. സോ ഈ ഒരു ചിത്രങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും GVMന്റെ അടുത്ത പ്രോജക്റ്റായ എന്നെ നോക്കി പായും തോട്ടേനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആയിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ എന്നതാണ് ഈ റിവ്യൂവിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും GVMന്റെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു നരേഷൻ പാറ്റേൺ. കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു നരേഷൻ ടെക്നിക്ക് ഉണ്ട്. അതായത് നായകൻ തന്നെ ആ സിറ്റുവേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എന്ത് നടന്നു, എന്ത് നടക്കാൻ പോകുന്നു, ഇപ്പോൾ നായകൻ്റെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത്, നായകൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നരേഷൻ ടെക്നിക്ക് ഉണ്ട്. അത് ഈ സിനിമയിലും GVM ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമ്മൾ ചിലർക്കൊക്കെ തോന്നാം എപ്പോഴും ഈ ഒരു ടെക്നിക്ക് എന്തുകൊണ്ടോ വർക്കൗട്ട് ആകുമോ എന്നൊക്കെ നമുക്ക് ചിലർക്കൊക്കെ തോന്നാം. പക്ഷേ എന്തെന്നറിയില്ല, GVMന്റെ എല്ലാ സിനിമയിലും ആ ഒരു ടെക്നിക്ക് വീണ്ടും കടന്നു വരുമ്പോഴത്തേക്കും വീണ്ടും ഇംപ്രസീവ് ആവുന്നതേ ഉള്ളൂ. എന്നെ നോക്കി പായും തോട്ട എന്ന ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ധനുഷ് എന്ന ആ ഒരു ആക്ടറിൻ്റെ ആ ഒരു വോയിസിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻ ഡെപ്തും അതിൻ്റെ ഒരു ഫീലും ആ ഒരു കെമിസ്ട്രിയൊക്കെ നമുക്ക് വല്ലാണ്ട് അട്രാക്ട് ആവുന്നുണ്ട്, നമുക്ക് വല്ലാണ്ട് വർക്കൗട്ട് ആവുന്നുണ്ട് സ്ക്രീനിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക്. 3 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ സിനിമ റിലീസാവുന്നത്. ഈ സിനിമയുടെ പ്രോജക്റ്റ് ഇതിൻ്റെ ഒരു കരു തുടങ്ങിയിട്ട് തന്നെ ഒരു 3 വർഷം മുന്നെയാണ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് 3 വർഷം കഴിഞ്ഞിട്ടും GVM ഈ സിനിമ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലൊരു തോന്നലുണ്ടാകും, എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ പ്രോജക്റ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാത്തത്, അത്രത്തോളം എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരു സിനിമയാണോ, അല്ലെങ്കിൽ അത്രത്തോളം മികവ് കാണിക്കാൻ പറ്റിയ ഒരു സിനിമയാണോ എന്നെ നോക്കി പായും തോട്ട എന്നൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ എന്നെ നോക്കി പായും തോട്ട എല്ലാവർക്കും വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും GVM ഫാൻസിന് അത് ഭയങ്കര ഒരു വലിയൊരു വിഷ്വൽ ട്രീറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ആകുന്ന നല്ലൊരു സിനിമ തന്നെയായിരിക്കും. സിനിമയിൽ ഞാൻ എന്ന പ്രേക്ഷകന് ഏറ്റവും കൂടുതൽ രസിക്കാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് കെമിസ്ട്രി തന്നെയാണ്. എല്ലാ GVM സിനിമയിലെ പോലും നായകനും തമ്മിലുള്ള ഒരു ലവ്, ആ ഒരു ബോണ്ടിങ്, ആ ഒരു കെമിസ്ട്രി, ദ മാൻ ഹു ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് വുമൺ, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഈ സിനിമയിലും GVM നന്നായി തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, പക്ഷേ എല്ലാ ട്വിസ്റ്റുകളും പ്രേക്ഷകർക്ക് രസിക്കാൻ പറ്റുമോ എന്നത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ ക്രിയേറ്റീവ് സ്പേസിനെ സംബന്ധിച്ചിരിക്കും. ചില ട്വിസ്റ്റുകളൊന്നും എല്ലാ പ്രേക്ഷകർക്കും ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ GVM ഫാൻസിന് എനിക്ക് തോന്നുന്നു ഈ ട്വിസ്റ്റുകളെല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അവരെല്ലാം തന്നെ ഈ ഒരു സിനിമയിൽ വരുന്ന ആ ട്വിസ്റ്റുകളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാവരെയും പോലെ തന്നെയാണ് 3 വർഷം മുന്നേ മറുവാർത്ത എന്ന് പറയുന്നൊരു സോങ് റിലീസ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു സോങ് വിഷ്വലി തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നിങ്ങളെല്ലാവരും പോലെ എനിക്കും ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, വളരെ റൊമാൻറ്റിക് ആയിരിക്കും, വളരെ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സോങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. കാര്യം വെച്ചാൽ ഒരുപാട് വലിയ വിഷ്വൽ ട്രീറ്റ്സ് ഒന്നുമില്ല, വളരെ കുറച്ച് വിഷ്വൽസ്, വളരെ കുറച്ച് ലൊക്കേഷൻസ് ആണ്. എന്തോ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഒരു ഫീൽ എനിക്ക് എപ്പോഴും എവിടെയൊക്കെ തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ GVM ഈസ് GVM. വളരെ ചുരുങ്ങിയ ഷോട്ട്സും വളരെ ചുരുങ്ങിയ ലൊക്കേഷനും എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമെന്ന് GVM ഈ സോങ്ങിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. മുന്നേ ഇറങ്ങിയ GVM ഫിലിംസിനോട് ഈ ഒരു സിനിമ കമ്പയർ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ AVM, അതായത് അച്ചം 80 മടയൻമേട എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ ഒരു സിനിമയോട് എനിക്ക് കുറച്ച് ഒത്തുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം സിനിമയുടെ ഒരു ഫ്ലോയും മൂവി ഒരു എന്താ പറയുക കഥ ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ആ ഒരു സിനിമയോട് എനിക്ക് കമ്പയർ ചെയ്യാൻ എവിടെയൊക്കെ തോന്നിപ്പോയി. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ആ ഒരു നരേഷൻ ടെക്നിക്ക്. ആ നരേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് ഉണ്ട്, ഭയങ്കര ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. ചില ഡയലോഗ്സ് ഒക്കെ നമ്മളെങ്ങനെ എന്താ പറയുന്നത് അലിയിച്ച് കളയും, അങ്ങനത്തെ ഒരു തരം ഡയലോഗ്സ് ഒക്കെയാണ് ഇതിൽ GVM യൂസ് ചെയ്യുന്നത്. അത് പറയേണ്ടതില്ല, എല്ലാ GVM സിനിമയിലും ഇത് തന്നെയാണ് പാറ്റേൺ. സിനിമയിൽ മറുവാർത്ത എന്ന് പറയുന്ന സോങ് മാത്രമല്ല മറ്റേ എല്ലാ സോങ്സും വളരെ മികച്ചതാണ്, വളരെ ഇൻപമുള്ള സോങ്സ് ആണ് എല്ലാം തന്നെ. സോങ്സ് മാത്രമല്ല സിനിമയിൽ വരുന്ന BGM എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ്. ചില BGMs ഒക്കെ എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനെ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നെഞ്ചിരിപ്പ് കൂട്ടാനൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ദാർബുക ശിവയാണ്. ജോമോൻറ്റി ജോൺസ്, മനോജ് പരമഹംസ, SR ഖാദിർ എന്നിവരാണ് സിനിമാറ്റോഗ്രാഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിനിമയെ സംബന്ധിച്ചുള്ള വളരെ മേജർ ഒരു ഫാക്ടർ തന്നെയാണ്. കാര്യം ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉള്ള ഒരു മൂവിയാണ്, ചേസ് ഫൈറ്റ് എല്ലാം ഒരുപാടുള്ള ഒരു സിനിമയാണ്. സോ ക്യാമറ വിൽ ബി മൂവിങ് ഫാസ്റ്റ്. ചില സമയത്ത് പെട്ടെന്ന് സൂമിങ് ആവും, പെട്ടെന്ന് എന്താ പറയുക സ്കിപ്പ് ചെയ്ത് പോകും, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെട്ടി മറയ്ക്കുന്ന ഒരു സീനുകളൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ സിനിമാറ്റോഗ്രാഫിയുടെ കാര്യത്തിൽ യെസ്, ദീസ് 3 people ഹാവ് ഡൺ ജസ്റ്റിസ്. സിനിമയുടെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും ധനുഷ് എന്നൊരു ആക്ടർ ഒരു മൂവി കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൽ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് ഒരു ഫാക്ടർ കാണും, അല്ലെന്നുണ്ടെങ്കിൽ അഭിനയത്തിൻ്റെ സ്കോപ്പ് വളരെ കൂടുതലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്.
എല്ലാ ധനുഷ് സിനിമകളെ പോലും ആക്ടിന് വളരെ ഒരു സ്കോപ്പുള്ള ഒരു മൂവി തന്നെയാണ്. ഒരു ചെറിയ പയ്യനാവട്ടെ, ഒരു മെച്യൂർ ആയിട്ടുള്ള ക്യാരക്ടർ ആവട്ടെ, ഇതൊക്കെ മാറി മാറി കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് ധനുഷ്. ഈ സിനിമയിലും അതുപോലെ തന്നെയാണ്. വളരെ ചെറിയ പയ്യനായിട്ട് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു വളരെ മെച്യൂർഡ് ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഈസി ആയിട്ട് തന്നെ ധനുഷ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അടുത്ത എടുത്ത് പറയേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘ ആകാശ്. പറയാതിരിക്കാൻ സിനിമയിൽ ആ സ്ക്രീനിൽ കാണുമ്പോഴുണ്ട് വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഡിവൈൻ. യെസ്, ഷീസ് ലുക്കിംഗ് സോ ഡിവൈൻ. വളരെ 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 ഭംഗിയായിട്ടുണ്ട് മേഘ ആകാശിനെ ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട്. അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് പറയുന്നത് ശശികുമാറും സെന്തിൽ വീരസ്വാമിയാണ്. ശശികുമാർ ഈ സിനിമയിൽ ധനുഷിന്റെ ബ്രദറായിട്ടാണ് വരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ മാത്രമാണ് ശശികുമാറിനെ കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ പോലും സിനിമ തുടങ്ങി ഏകദേശം ഫസ്റ്റ് ഹാഫിന്റെ പകുതിയോളം എത്താറാകുമ്പോഴത്തേക്കും ശശികുമാറിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്, ശശികുമാറിന്റെ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു ബ്രദറിന്റെ ഒരു റോളാണ് ശശികുമാറിൽ ചെയ്തിരിക്കുന്നത്. ചില സമയത്തുള്ള ഒരു ഇമോഷണൽ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ പ്രേക്ഷകന് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത പറയുന്നത് വെച്ചാൽ സെന്തിൽ വീരസ്വാമി. സൈക്കോ വില്ലൻ. പറയാതിരിക്കുമേ, ഇദ്ദേഹം വേറെ തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ ഈ ഒരു സിനിമയിലാണ് ഞാൻ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടറിനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം വെച്ചാൽ വളരെ സൈക്കോ ആയിട്ടുള്ള ഒരു വില്ലനാണ്. ചില സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്കിറങ്ങി ദേഷ്യം ഈ പുള്ളിക്കാരനെ കൈ കിട്ടുന്നെങ്കിൽ രണ്ട് ഇടി ഇടിക്കാമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു തരം കഥാപാത്രമാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഇദ്ദേഹം ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ മൂവിയുടെ ഒരു പ്ലോട്ടിനെ പറ്റി ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യാതിൻ്റെ കാരണം എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഈ GVM സിനിമകളുടെ പ്രത്യേകത തന്നെ ഇതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്താൽ പോലും സിനിമയുടെ സ്റ്റോറി വല്ലാണ്ട് അങ്ങ് റിവീൽ ആകും. സോ അതുകൊണ്ടാണ് ഞാൻ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യാത്തത്. സോ നിങ്ങൾ ഒരു GVM ഫാൻ ആണെങ്കിൽ, ഗൗതം വാസുദേവൻ മേനോന്റെ എല്ലാ സിനിമകളും മിസ് ചെയ്യാത്ത കാണുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് എന്നെ നോക്കി പായും തോട്ട. കാരണം നിങ്ങളുടെ ഈ ഒരു 3 വർഷത്തെ എല്ലാ എക്സ്പെക്ടേഷൻസും ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ് GVM. സോ അടുത്ത ആഴ്ച വീണ്ടും ഒരു സിനിമയുടെ റിവ്യൂമായി ഞാൻ എത്തുന്നതാണ്. ടിൽ ദെൻ ബൈ.